വേണു സാറ് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പറഞ്ഞത് അളിയൻ കുറച്ച് പറഞ്ഞു വെച്ചു. എൻ്റെ അളിയനാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞങ്ങളിവിടെ വരുമ്പോൾ, ഞാൻ എൻ്റെ ഹസ്ബൻഡും വരുമ്പോൾ മേശപ്പുറത്ത് കുപ്പി കാണുമേ. അപ്പം ഞാൻ എപ്പോഴും അളിയനെ കളിയാക്കും, അളിയൻ്റെ ഒരു കുപ്പി, അങ്ങനെയാണ് ഞാൻ പറയാറ്. അളിയൻ്റെ ഒരു കുപ്പി, അളിയൻ്റെ ഒരു വെള്ളം, അങ്ങനെ പറഞ്ഞ് ചേച്ചിയോടും പറയും. ചേച്ചിയും ഞാനൊക്കെ കളിയാക്കിയിരുന്ന ആളാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് എനിക്ക് തന്നെയാണ്. കാരണം എൻ്റെ അനുഭവം കൊണ്ടാണ്. അപ്പം ഞാൻ കളിയാക്കിയ ഒരു വ്യക്തി തന്നെ ആയതുകൊണ്ട് എനിക്കിതോടെ പറയാൻ ഒരു അവസരം തന്നതിന് നന്ദിയുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൈറോയിഡ് ഉണ്ട് എനിക്ക്, അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉണ്ട്, ഈ എല്ല് തേയ്മാനം എന്ന് പറഞ്ഞാൽ ഷോൾഡർ തേയ്മാനം. ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു ആ കോളർ ഇട്ടണമെന്ന് പറഞ്ഞു. പുല്ലൂർ ഹോസ്പിറ്റലിൽ 2 വർഷം മുൻപ് ഞാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞത് ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻ്റ് ആണ്, എല്ല് തേയ്മാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മാഡം എന്തായാലും ഇത് കോളർ ഉപയോഗിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ വലിയ തോന്നി. ഞാനൊരു അംഗൻവാടി വർക്കറാണ്. കാരണം ഞാനിതും കൊണ്ട് കുട്ടികളെ മുന്നിൽ ചെന്ന് നിന്നുണ്ടെങ്കിൽ എന്നെ ഒറ്റകൾ കളിയാക്കി കൊല്ലും. അപ്പോൾ ആ ഒരു വിഷമം. പിന്നെ തന്നെയല്ല അത് ഇട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ നമുക്ക് പ്രായോഗികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സഹിച്ചിരിക്കുകയായിരുന്നു, ഈ വേദനയുടെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ കൈ എനിക്ക് ഉയർത്താൻ പറ്റില്ലായിരുന്നു. ഈ കൈ ഇപ്പം എനിക്ക് എങ്ങനെ വേണമെങ്കിലും, ഞാൻ ബസ്സിൽ കയറിയ മുകളിൽ പിടിക്കില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ ചെന്ന് പിടിച്ചേക്കുള്ളൂ. കാരണം എനിക്ക് കൈ അനക്കാൻ പറ്റില്ല. ഒരു വശം മൊത്തം വേദന, പുറം വേദന, ബാക്ക് പെയിൻ, കുറേ അസുഖങ്ങൾ, കാൽമുട്ട് വേദന. കാൽമുട്ട് ഇതേപോലെ തന്നെ അവസരം ഒരു 5 വർഷം മുൻപ് പുല്ലൂർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു മുട്ട് മാറ്റി വെക്കണം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ യോഗയൊക്കെ ചെയ്തിട്ടുണ്ട്, യോഗ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് മടിയായിട്ട് നിർത്തി. അപ്പോൾ യോഗ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. അതിൻ്റെ പേരിൽ ഞാൻ ഈ മുട്ട് മാറ്റി വയ്ക്കലൊക്കെ അവിടെ മറന്നു കിടക്കായിരുന്നു. പക്ഷേ ഞാൻ കുറേ നേരം വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് നിന്ന് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ഇങ്ങനെ എന്താണ് മുട്ടുകാലിൽ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മുട്ട് കുത്താൻ പറ്റില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മൊത്തം കറങ്ങും. പിന്നെ കൈ കാലൊക്കെ കോച്ച് വലിക്കുക, മസിൽ കയറുക, ഈ വിരലുകളുടെ തുമ്പൊക്കെ തരിക്കുക, നാവിൻ്റെ തുമ്പ് തരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 1 മാസം ആവണുള്ളൂ. 3 ദിവസം കൊണ്ട് ഇത് മാജിക്. ഞാൻ ചേട്ടനോട് പറയും ഇത് മാജിക് മാറ്റാണ് ചേട്ടാന്ന് പറയും. സത്യമായിട്ടാണ് ഞാൻ എൻ്റെ ആത്മാവിൽ തട്ടി പറയുന്നതാണ്. കാരണം 3 ദിവസം കൊണ്ട് എനിക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടി എന്നുള്ളതാണ്. 3 ദിവസം, 3 ഞാൻ അവിടെ ആമ്പല്ലൂർ വരുമ്പോൾ ഞാനിത് പറയണമെന്ന് വിചാരിച്ചു. എനിക്ക് എത്രയ്ക്കും എൻ്റെ മനസ്സിൽ ഇത് കയറി, പക്ഷെ അവസരം കിട്ടിയില്ല. ഫ്രണ്ട് സാറൊക്കെ അന്ന് കുറേ പേര് കയറാം. അപ്പം എന്നോട് മറ്റേ നമ്മുടെ സാറ് പറഞ്ഞ്, കോർഡിനേറ്റ് ചെയ്ത സാറ് പറഞ്ഞില്ലേ മാഡം കയറണം പറയണം. അപ്പം ഞാനൊരു അവസരം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയില്ല. പക്ഷെ ഇന്ന് വരെ ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 1 മാസക്കാലത്തിന് എനിക്ക് മുട്ടുവേദന എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇല്ല, ഈ ബാക്ക് പെയിൻ ഇല്ല. അതുപോലെ തന്നെ കൈ എങ്ങനെ വേണമെങ്കിലും എനിക്ക് വളയ്ക്കാം, പൊക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ കറക്കം, ഇവിടുത്തെ വേദന കംപ്ലീറ്റ്, എനിക്ക് ഈ ഒരു ഭാഗം മൊത്തം വേദനയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോൾഡർ തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗം. ഞാൻ ഡോക്ടറെ ചെല്ലുമ്പോൾ സ്ഥിരം ഞാൻ മരുന്ന് കഴിക്കുന്ന ആളാണ്, തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 2-3 ദിവസം തൈറോയിഡ് ഇപ്പോഴും കഴിക്കുന്നുണ്ട്. ഞാൻ തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അടുത്ത് തന്നെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ തൈറോയിഡ് കുളിക്കാൻ ഒരു ദിവസം മുടങ്ങിയാൽ ഞാൻ പൊന്തില്ല. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം ഞാൻ മനഃപൂർവ്വം കഴിക്കാൻ തിന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അംഗൻവാടി ചെന്ന് കഴിഞ്ഞാൽ ഞാനിരുന്ന് ഉറങ്ങുന്ന വെച്ചാൽ എന്താണെന്നറിയാമോ, എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഉറക്കം വരും. ഈ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കുറേ ഒരു 10-15 രജിസ്റ്റർ എഴുതാണ്ടാവും. കുട്ടികളെ പഠിപ്പിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയൂണും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത് ഉറങ്ങുക. ഇപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ എനിക്കില്ല. രാത്രി സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് നമ്മുടെ ഈ മാട്രസിൽ കിടന്നിട്ട്. ഇപ്പം എഴുന്നേൽക്കാൻ വേണ്ടി. അപ്പം ഞാൻ അതും പറയും കേട്ടോ, നമ്മൾ മടി പിടിപ്പിക്കുന്ന ഒരു മാറ്റർ. കാരണം ഒരു ടെൻഷനും ഇല്ല, നമുക്ക് ഒരു വേദനയോ ഒന്നുമില്ല. രാവിലെ ചാടി എഴുന്നേൽക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണ്, ചാടി എഴുന്നേറ്റ് തന്നെയാണ് ഞാൻ ഓരോ ജോലികൾ ചെയ്യുന്നത്. എനിക്ക് കാലിൻ്റെ അടിയൊക്കെ വേദന എടുത്ത് നടക്കാൻ പറ്റില്ലായിരുന്നു. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഒന്നാമത്തെ ബോഡി വെയിറ്റ് ഒക്കെ നല്ലതായിട്ടില്ല. അപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭിത്തിമ പിടിച്ചിട്ടാണ് ഒന്ന് നേരെയാവും. അപ്പോൾ ചേട്ടൻ ദേഷ്യം കയറി. ചേട്ടൻ പറയും നിനക്ക് എന്നത് ഇത് തന്നെയാണ് നിൻ്റെ അസുഖം പറഞ്ഞിട്ട് എപ്പോഴും മസിൽ കയറിയ കാലൊഴിഞ്ഞു തരണം, അല്ലെങ്കിൽ ഇത് നടക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഇപ്പോൾ 1 മാസക്കാലമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് വന്നിട്ടില്ല. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എൻ്റെ അളിയനോടാണ്. കാരണം അളിയനാണ് എൻ്റെ ദൈവമായിട്ട് ഇതിന് മുന്നിൽ വന്നത്, ഈ ബയോട്ടേറിയം പരിചയപ്പെടുത്തിയത്.